2024 ഒക്ടോബർ മാസത്തെ പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ നോക്കാം. ജില്ലകളിലൂടെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത്. കേരളത്തിലെ ആദ്യ കന്നുകാലി വന്ധ്യത ചികിത്സാ കേന്ദ്രം നിലവിൽ വരുന്നത് ചിതറ, കൊല്ലം. കേരളത്തിലെ ആദ്യ കന്നുകാലി വന്ധ്യത ചികിത്സാ കേന്ദ്രം നിലവിൽ വരുന്നത് ചിതറ, കൊല്ലം. ഇന്ത്യയിൽ ആദ്യമായി മെഥനോൾ ഉപയോഗിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ച താപനിലയം കായംകുളം താപനിലയം. ഇന്ത്യയിൽ ആദ്യമായി മെഥനോൾ ഉപയോഗിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ച താപനിലയം കായംകുളം താപനിലയം. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ ഗ്രാമം ഉജ്ജാർ ഉളവാർ, കാസർഗോഡ്. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ ഗ്രാമം ഉജ്ജാർ ഉളവാർ, കാസർഗോഡ്. ഇന്ത്യയിലെ ആദ്യ സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനം എന്റെ ഭൂമി പോർട്ടൽ. ഇന്ത്യയിലെ ആദ്യ സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനം എന്റെ ഭൂമി പോർട്ടൽ. ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച കലാസംഘം റിതം. ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച കലാസംഘം റിതം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിൽ വരുന്ന പുതിയ ടെർമിനൽ അനന്ത. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിൽ വരുന്ന പുതിയ ടെർമിനൽ അനന്ത. തൊട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. തൊട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. പ്രകൃതിയിലെ ജലസ്രോതസ്സുകൾ ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തി ഭൂമിക്കും ജീവജാലങ്ങൾക്കും സംരക്ഷണം ഒരുക്കുന്നതിന് ദേശീയ പുരസ്കാരം ലഭിച്ച പഞ്ചായത്ത് പുല്ലമ്പാറ പഞ്ചായത്ത്. പ്രകൃതിയിലെ ജലസ്രോതസ്സുകൾ ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തി ഭൂമിക്കും ജീവജാലങ്ങൾക്കും സംരക്ഷണം ഒരുക്കുന്നതിന് ദേശീയ പുരസ്കാരം ലഭിച്ച പഞ്ചായത്ത് പുല്ലമ്പാറ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം കുറ്റിച്ചൽ, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം കുറ്റിച്ചൽ, തിരുവനന്തപുരം. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്ക്. വി കെ കൃഷ്ണമേനോന്റെ എത്രാമത് ചരമവാർഷികമാണ് 2024 ഒക്ടോബർ 6 ആചരിച്ചത്? 50. വി കെ കൃഷ്ണമേനോന്റെ എത്രാമത് ചരമവാർഷികമാണ് 2024 ഒക്ടോബർ 6 ആചരിച്ചത്? 50. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പദ്ധതികളാണ്. ആദ്യത്തെ നോക്കാം. നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി നിലാവ്. നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി നിലാവ്. ഇന്ത്യയിൽ ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ക്രൂയിസ് ഭാരത് മിഷൻ. ഇന്ത്യയിൽ ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ക്രൂയിസ് ഭാരത് മിഷൻ. ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അനന്യം. ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അനന്യം. കാഴ്ച പരിമിതർക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകാൻ സാക്ഷരതാ മിഷൻ തുടക്കമിട്ട പദ്ധതി ദീപ്തി ബ്രെയിൻലി പദ്ധതി. കാഴ്ച പരിമിതർക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകാൻ സാക്ഷരതാ മിഷന്റെ തുടക്കമിട്ട പദ്ധതി ദീപ്തി ബ്രെയിൻലി പദ്ധതി. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള പദ്ധതി നവോത്ഥാൻ പദ്ധതി. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള പദ്ധതി നവോത്ഥാൻ പദ്ധതി. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് പ്രധാന നിയമനങ്ങളാണ്. ആദ്യത്തെ നോക്കാം. സായുധ സേനയുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായി ചുമതലയേൽക്കുന്ന ആദ്യ വനിത വൈസ് അഡ്മിറൽ ആരതി സരിൻ. സായുധ സേനയുടെ മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറലായി
ചുമതലയേൽക്കുന്ന ആദ്യ വനിത വൈസ് അഡ്മിറൽ ആരതി സരിൻ. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്കറിയ. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്കറിയ. സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിതനായത് പി വിജയൻ. സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിതനായത് പി വിജയൻ. 2024 ഒക്ടോബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് എസ് പരമേശ്. 2024 ഒക്ടോബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് എസ് പരമേശ്. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനായത് മാർക്ക് റൂട്ടെ. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനായത് മാർക്ക് റൂട്ടെ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് കിഷോർ റഹത്കർ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് കിഷോർ റഹത്കർ. ജമ്മു കാശ്മീരിലെ പുതിയ മുഖ്യമന്ത്രിയാകുന്നത് ഒമർ അബ്ദുള്ള. ജമ്മു കാശ്മീരിലെ പുതിയ മുഖ്യമന്ത്രിയാകുന്നത് ഒമർ അബ്ദുള്ള. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് പുരസ്കാരങ്ങളാണ്. ആദ്യത്തെ നോക്കാം. 48ാമത് വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിൽ. കൃതി കാട്ടൂർ കടവ്. 48ാമത് വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിൽ. കൃതി കാട്ടൂർ കടവ്. 2024 വൈദ്യശാസ്ത്ര നോബൽ നേടിയതാര്? വിക്ടർ ആംബ്രോസ് അമേരിക്ക. ഗ്യാരി റുക്വിൻ അമേരിക്ക. മൈക്രോ ആർഎൻഎയുടെ കണ്ടെത്തലിന്. 2024 വൈദ്യശാസ്ത്ര നോബൽ നേടിയതാര്? വിക്ടർ ആംബ്രോസ് അമേരിക്ക. ഗ്യാരി റുക്വിൻ അമേരിക്ക. മൈക്രോ ആർഎൻഎയുടെ കണ്ടെത്തലിന്. 2024 സാഹിത്യ നോബൽ ലഭിച്ചതാർക്ക്? ഹാങ് കാങ് ദക്ഷിണ കൊറിയ. ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യജീവിതത്തിന്റെ ദുർബലത തുറന്നുകാട്ടുകയും ചെയ്യുന്ന തീവ്രമായ കാവ്യാത്മക ഗദ്യത്തിനാണ് പുരസ്കാരം. 2024 സാഹിത്യ നോബൽ ലഭിച്ചത് ഹാങ് കാങ് ദക്ഷിണ കൊറിയ. 2024 രസതന്ത്ര നോബൽ ലഭിച്ചത് ഡേവിഡ് ബേക്കർ അമേരിക്ക. ജോൺ എം ജംബർ അമേരിക്ക. ഡെമിസ് ഹസാബിസ് UK. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട കണ്ടെത്തലിന്. 2024 രസതന്ത്ര നോബൽ ലഭിച്ചവർ ഡേവിഡ് ബേക്കർ അമേരിക്ക. ജോൺ എം ജംബർ അമേരിക്ക. ഡെമിസ് ഹസാബിസ് UK. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട കണ്ടെത്തലിന്. 2024 ഭൗതികശാസ്ത്ര നോബൽ ലഭിച്ചവർ ജോൺ ജെ ഹോപ്ഫീൽഡ് അമേരിക്ക. ജെഫ്രി ഹിൻഡൺ UK. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും. 2024 ഭൗതികശാസ്ത്ര നോബൽ ലഭിച്ചവർ ജോൺ ജെ ഹോപ്ഫീൽഡ് അമേരിക്ക. ജെഫ്രി ഹിൻഡൺ UK. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് നിഹോൺ ഹിഡാൻക്യോ. ഹിരോഷിമയിലും നാഗാസാക്കിയിലും അണുബോംബ് അതിജീവിച്ചവരുടെ ജനകീയ മുന്നേറ്റമായ ജാപ്പനീസ് സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യോ. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് നിഹോൺ ഹിഡോൻക്യോ. ഈ വർഷത്തെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് TM കൃഷ്ണ. ഈ വർഷത്തെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് TM കൃഷ്ണ. ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷന്റെ പ്രശസ്തമായ വേൾഡ് സ്പേസ് അവാർഡ് ലഭിച്ചത് S സോമനാഥ്. ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷന്റെ പ്രശസ്തമായ വേൾഡ് സ്പേസ് അവാർഡ് ലഭിച്ചത് S സോമനാഥ്. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള 2024 ബാലൻ-ദ്യോർ പുരസ്കാരം നേടിയത് റോഡ്രി. മികച്ച വനിതാ താരം ഐറ്റന ബോൺമാറ്റി. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള 2024 ബാലൻ-ദ്യോർ പുരസ്കാരം നേടിയത് റോഡ്രി. മികച്ച വനിതാ താരം ഐറ്റന ബോൺമാറ്റി. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക ട്രസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത് NK പ്രേമചന്ദ്രൻ. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക ട്രസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത് NK പ്രേമചന്ദ്രൻ. അടുത്തതായി കായികവുമായി ബന്ധപ്പെട്ട പ്രധാന കറണ്ട് അഫയേഴ്സ് നോക്കാം. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് UAE. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് UAE.
വനിതാ ലോകകപ്പിൽ വിക്കറ്റ് നേടുന്ന ആദ്യ മലയാളി ആശ ശോഭന. വനിതാ ലോകകപ്പിൽ വിക്കറ്റ് നേടുന്ന ആദ്യ മലയാളി ആശ ശോഭന. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നടന്ന 2024 ചെസ് ഒളിമ്പിയാഡ് ജേതാക്കൾ ഇന്ത്യ. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നടന്ന 2024 ചെസ് ഒളിമ്പിയാഡ് ജേതാക്കൾ ഇന്ത്യ. പ്രഥമ ഖോ വേൾഡ് കപ്പ് വേദി ഡൽഹി. പ്രഥമ ഖോ വേൾഡ് കപ്പ് വേദി ഡൽഹി. 2024 ഒക്ടോബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ജിംനാസ്റ്റിക് താരം ദീപ കർമാക്കർ. 2024 ഒക്ടോബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ജിംനാസ്റ്റിക് താരം ദീപ കർമാക്കർ. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ന്യൂസിലൻഡ്, തോൽപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയെ. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ന്യൂസിലൻഡ്, തോൽപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയെ. ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കർ. ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കർ. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കായികമേള കളിക്കളം. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കായികമേള കളിക്കളം. 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അടുത്തതായി ബഹിരാകാശവുമായി ബന്ധപ്പെട്ട പ്രധാന കറണ്ട് അഫയേഴ്സ് നോക്കാം. 2024 ഒക്ടോബറിൽ ഭൂമിക്കരികിൽ കൂടി കടന്നുപോകുന്ന വാൽനക്ഷത്രം ഷൂജിൻഷൻ. 2024 ഒക്ടോബറിൽ ഭൂമിക്കരികിലൂടെ കടന്നുപോകുന്ന വാൽനക്ഷത്രം ഷൂജിൻഷൻ. ചന്ദ്രനിലേക്ക് നേരിട്ട് പറക്കാനും ഇന്ത്യക്കാരെ ചന്ദ്രനിലിറക്കി തിരിച്ചെത്തിക്കാനും ISRO ഒരുക്കുന്ന കൂറ്റൻ റോക്കറ്റ് സൂര്യ. ചന്ദ്രനിലേക്ക് നേരിട്ട് പറക്കാനും ഇന്ത്യക്കാരെ ചന്ദ്രനിലിറക്കി തിരിച്ചെത്തിക്കുവാനും ISRO ഒരുക്കുന്ന കൂറ്റൻ റോക്കറ്റ് സൂര്യ. അടുത്തതായി സംസ്ഥാനങ്ങളിലൂടെയുള്ള പ്രധാന കറണ്ട് അഫയേഴ്സ് നോക്കാം. ഇന്ത്യൻ സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനം NIOT. ഇന്ത്യൻ സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനം NIOT. പുതുതായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെ? മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. ആകെ ഭാഷകളുടെ എണ്ണം 11ആയി. പുതുതായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെ? മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. ആകെ ഭാഷകളുടെ എണ്ണം 11ആയി. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത് ഹാൻലെ, ലഡാക്ക്. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത് ഹാൻലെ, ലഡാക്ക്. ഇന്ത്യയിലെ ആദ്യ എഴുത്തുകാരുടെ ഗ്രാമം താനെ, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യ എഴുത്തുകാരുടെ ഗ്രാമം താനെ, ഉത്തരാഖണ്ഡ്. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ അംബാസഡർ രശ്മിക മന്ദാന. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ അംബാസഡർ രശ്മിക മന്ദാന. 2024 ഒക്ടോബറിൽ പുറത്തുവന്ന ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105. 2024 ഒക്ടോബറിൽ പുറത്തുവന്ന ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105. അടുത്തതായി ലോകത്തിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് നോക്കാം. 52 വർഷം മുമ്പ് തിരിച്ചറിഞ്ഞ ANWJ എന്ന ആന്റിജൻ ഗ്രൂപ്പിൽ നടത്തിയ പരീക്ഷണത്തിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് മാൽ. 52 വർഷം മുമ്പ് തിരിച്ചറിഞ്ഞ ANWJ എന്ന ആന്റിജൻ ഗ്രൂപ്പിൽ നടത്തിയ പരീക്ഷണത്തിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് മാൽ. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പുറത്തിറക്കിയ ഫീച്ചറാണ് ടീൻ അക്കൗണ്ട്? ഇൻസ്റ്റഗ്രാം. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പുറത്തിറക്കിയ ഫീച്ചറാണ് ടീൻ അക്കൗണ്ട്? ഇൻസ്റ്റഗ്രാം. ക്രാത്തോൺ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം തായ്വാൻ. ക്രാത്തോൺ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം തായ്വാൻ. ലോകത്താദ്യമായി ടൈപ്പ് 1 പ്രമേഹം ഭേദപ്പെടുത്തുന്ന ചികിത്സാ രീതി കണ്ടെത്തിയ രാജ്യം ചൈന.
ലോകത്താദ്യമായി ടൈപ്പ് 1 പ്രമേഹം ഭേദപ്പെടുത്തുന്ന ചികിത്സാ രീതി കണ്ടെത്തിയ രാജ്യം ചൈന. ഫിലിപ്പീൻസിൽ വീശിയ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് ട്രാമി. ഫിലിപ്പീൻസിൽ വീശിയ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് ട്രാമി. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2024 ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടിക്ക് വേദിയാകുന്നത് കാലി, കൊളംബിയ. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2024 ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടിക്ക് വേദിയാകുന്നത് കാലി, കൊളംബിയ. 2024 ഒക്ടോബറിൽ കിഴക്കൻ മധ്യബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് സൈക്ലോൺ ദാന പേര് നൽകിയ രാജ്യം ഖത്തർ. 2024 ഒക്ടോബറിൽ കിഴക്കൻ മധ്യബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് സൈക്ലോൺ ദാന പേര് നൽകിയ രാജ്യം ഖത്തർ. ഡെങ്കിപ്പനിക്കെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ ഡെങ്കി ഓൾ. ഡെങ്കിപ്പനിക്കെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ ഡെങ്കി ഓൾ. 2024 21ാമത് ആസിയാൻ ഉച്ചകോടി വേദി ലാവോസിയ. 2024 21ാമത് ആസിയാൻ ഉച്ചകോടി വേദി ലാവോസിയ. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം റബാദ്, മൊറോക്കോ. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം റബാദ്, മൊറോക്കോ. 2024 ഒക്ടോബറിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് പ്രിഡേറ്റർ ഡ്രോൺ കരാർ ഒപ്പുവെച്ചത്? അമേരിക്ക. 2024 ഒക്ടോബറിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് പ്രിഡേറ്റർ ഡ്രോൺ കരാർ ഒപ്പുവെച്ചത്? അമേരിക്ക. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം കസാൻ, റഷ്യ. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം കസാൻ, റഷ്യ. 2024 ലോക അധ്യാപക ദിനത്തിന്റെ പ്രമേയം അധ്യാപക ശബ്ദത്തെ വിലമതിക്കുന്നു, വിദ്യാഭ്യാസത്തിനായുള്ള ഒരു പുതിയ സാമൂഹിക കരാറിലേക്ക്. 2024 ലോക അധ്യാപക ദിനത്തിന്റെ പ്രമേയം അധ്യാപക ശബ്ദത്തെ വിലമതിക്കുന്നു, വിദ്യാഭ്യാസത്തിനായുള്ള ഒരു പുതിയ സാമൂഹിക കരാറിലേക്ക്. 2024 ലോക ഭക്ഷ്യദിനത്തിന്റെ പ്രമേയം മെച്ചപ്പെട്ട ജീവിതത്തിനും നല്ല ഭാവിക്കും ഭക്ഷണത്തിനുള്ള അവകാശം. 2024 ലോക ഭക്ഷ്യദിനത്തിന്റെ പ്രമേയം മെച്ചപ്പെട്ട ജീവിതത്തിനും നല്ല ഭാവിക്കും ഭക്ഷണത്തിനുള്ള അവകാശം. അടുത്തതായി സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രധാന കറണ്ട് നോക്കാം. സവ്യസാചിയായ കർമ്മയോഗി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് PS ശ്രീധരൻപിള്ള. സവ്യസാചിയായ കർമ്മയോഗി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് PS ശ്രീധരൻപിള്ള. കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം എഴുതിയത് SK വസന്തൻ. കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം എഴുതിയത് SK വസന്തൻ. അടുത്തതായി കലാരംഗവുമായി ബന്ധപ്പെട്ട പ്രധാന കറണ്ട് നോക്കാം. ഓസ്കാർ പുരസ്കാരം നൽകുന്ന അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സിന്റെ ലൈബ്രറിയിൽ തിരക്കഥാ വിഭാഗത്തിൽ ഇടം പിടിച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക്. ഓസ്കാർ പുരസ്കാരം നൽകുന്ന അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സിന്റെ ലൈബ്രറിയിൽ തിരക്കഥാ വിഭാഗത്തിൽ ഇടം പിടിച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്